നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. എന്തായാലും വളരെ നിർണായകമായ ചില നീക്കങ്ങൾക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാൻ വളരെ ആശങ്കയിലാണ്, ഭയപ്പാടിലാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ഐക്യരാഷ്ട്രസഭ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ UN ആശങ്ക അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും UN സെക്രട്ടറി ജനറൽ സംസാരിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഭീകരാക്രമണത്തെ അപലപിച്ച ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് UN സെക്രട്ടറി ജനറൽ ചർച്ച നടത്തിയത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. സംഘർഷം ഒഴിവാക്കണമെന്നാണ് ഇരു രാജ്യങ്ങളോടും ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാനും UN ഒരുക്കമാണെന്നും സെക്രട്ടറി ജനറൽ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇന്ത്യ പാക് അതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന ആശങ്ക അവസാനിപ്പിക്കണമെന്നാണ് UN ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ UN ആവശ്യത്തോട് ഇരു രാജ്യങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരികയാണ്. അതേസമയം 26 പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് തിരിച്ചടിക്കാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാനാണ് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. എന്തായാലും നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന സൂചനകൾ പുറത്തേക്ക് വരികയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കര, വ്യോമ, നാവിക സേനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് പ്രധാനമന്ത്രി 3 സൈനിക വിഭാഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ദില്ലിയിൽ മറ്റ് ചില നിർണായകമായിട്ടുള്ള യോഗങ്ങൾ കൂടി നടക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഈ നീക്കത്തിൽ പാകിസ്ഥാൻ വലിയ അങ്കലാപ്പിലാണ്. UN ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചില സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കൂടി ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ്.